അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നാം ചർച്ച ചെയ്യുന്നത് ഹാജത്ത് നിസ്കാരം, സ്വലാത്തുൽ ഹാജ. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് നാം ചോദിക്കുക. വിശുദ്ധ ഖുർആനിക വചനം, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം, ക്ഷമിച്ചും നിസ്കരിച്ചും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. ഏതൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസാണെങ്കിലും അതിന് ക്ഷമ കൈവരിക്കൽ അത്യാവശ്യമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞു, വസ്ബിർ, നബിയെ അങ്ങ് ക്ഷമിക്കുക, വമാ സബ്റുക ഇല്ലാ ബില്ലാ, ക്ഷമിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും. ആ ക്ഷമിക്കുന്നവരോട് കൂടെയാണ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരോട് കൂടെയാണ് അല്ലാഹു തആല. അപ്പോൾ ക്ഷമിക്കുന്നവർക്ക് ഏതൊരു വിഷയത്തിൽ അകപ്പെട്ട് പ്രയാസപ്പെട്ട് ക്ഷമിച്ചു നിൽക്കുന്നവർക്ക് ഒരു വിജയം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ആ ക്ഷമയോടുകൂടെയും അള്ളാഹുവിന് 2 റക്അത്ത് നിസ്കരിച്ചും അള്ളാഹുവിനോട് നാം അകപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരം നമ്മളൊക്കെ നിർവഹിക്കുന്നവരാണല്ലോ. എന്തെങ്കിലും പ്രധാനപ്പെട്ട ഹലാലായ ഒരു കാര്യം നടക്കാൻ, ഹറാമായ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ നിസ്കാരം ആരും നിസ്കരിക്കരുത്. അല്ലത്തി യുഹ്തമ്മു ബിഹി ആദത്തൻ, സാധാരണ ഗൗരവമായി കണക്കാക്കപ്പെടുന്ന ഒരു കാര്യം നടക്കാൻ, അത് ദുന്യാവിൻ്റെ കാര്യമാവട്ടെ ആഖിറത്തിൻ്റെ കാര്യമാവട്ടെ, ത്വലബുൽ ഖളാഇ അംരിൻ ദുന്യവിയ്യിൻ, ദുന്യാവിൻ്റെ കാര്യമാവട്ടെ, ഒരു കല്യാണക്കാര്യം നടക്കാൻ, അതുപോലെ തന്നെ കച്ചവടം നടക്കാൻ, മക്കൾക്ക് കല്യാണം ശരിയാവുന്നില്ല, 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിക്കാം. അതുപോലെ തന്നെ ഒരു കച്ചവടം ശരിയായിട്ട്, ഒരു ബിസിനസ് നല്ല രൂപത്തിൽ നടക്കുന്നില്ല, അള്ളാഹുവിനോട് ചോദിക്കാം. അതുപോലെ കുട്ടികളില്ലാത്തവർ, ഇങ്ങനെ ദുന്യാവിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. കുട്ടികളില്ലാത്തവർ പിന്നെ അള്ളാഹുവിനോട് 2 റക്അത്ത് നിസ്കരിച്ച് ഈ ഹാജത്ത് നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് ചോദിക്കുക. വീടില്ലാത്തവർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഉള്ള വീട് ലോണും മറ്റുമായി ജപ്തിയിൽ അകപ്പെട്ടവർ, എന്തെല്ലാം വിഷമം, ജോലി, ഇങ്ങനെ തുടങ്ങി ദുന്യവിയും ഉഖ്റവിയുമായ എന്തെല്ലാം കാര്യത്തിൽ നാം പ്രയാസപ്പെടുന്നുണ്ടോ, ആ പ്രയാസമെല്ലാം നമ്മുടെ യജമാനനായ അള്ളാഹുവിനോട് നമുക്ക് പറയാം, അത് 2 റക്അത്ത് നിസ്കരിച്ച്. കാരണം സൃഷ്ടാവായ അള്ളാഹുവിനോട് സൃഷ്ടികളായ നാം ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം എപ്പോഴാണ്? അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഇലല്ലാഹ്. സൃഷ്ടാവായ അള്ളാഹുവിനോട് സൃഷ്ടികൾ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ സുജൂദ് ചെയ്ത് അടുത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹുവിന് ഉത്തരം നൽകുമെന്നത് ഒരു സംശയവുമില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഫമൻ ലാഖ അലൈഹിൽ അംറു ഫമസ്സതുഹു ഹാജത്തുൻ ഫീ സ്വലാഹി ദീനിഹി വദുനിയാ, ഒരാൾക്ക് ഒരു വിഷയത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിലായി, എല്ലാ വാതിലുകളും അടഞ്ഞു, അവനിക്കാണെങ്കിൽ ആ ആവശ്യം വല്ലാതെ അവനിലേക്ക്, ദുന്യാവിൻ്റെ കാര്യമാവട്ടെ ആഖിറത്തിൻ്റെ കാര്യമാവട്ടെ, അങ്ങനത്തെ എല്ലാ വാതിലുകളും അടയുന്നൊരു സമയത്ത് വതഅസ്സറ ദാലിക, വളരെ പ്രയാസപ്പെട്ടു, ഫൽയുസല്ലി ഹാദിഹി സലാ, ഇനി ഒരു രക്ഷയില്ല, ഇനി നാം എന്ത് ചെയ്യും? ആത്മഹത്യ പോലെയുള്ള അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ചിന്തിക്കാതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വഴികളുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ്
മനുഷ്യ ഹൃദയത്തിന് സമാധാനം. ആ സ്മരിക്കുന്നതിന് ഏറ്റവും വലിയ സ്മരണയാണ്, അള്ളാഹുവിനെ ഓർക്കലാണ്. അഖിമിസ്വലാത്തലി ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. നമ്മൾ ഒന്ന് ചെയ്തു നോക്കൂ. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ്, പ്രയാസങ്ങളില്ലാത്തവരാരുമില്ല. ഫൽ യുസല്ലി ഹാദിഹി സ്വലാ, ഈ നിസ്കാരം ഒന്നവൻ നിർവഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ കാനതു ലഹു ഹാജത്തുൻ ഇലല്ലാഹി തആല ഔ ബനി ആദം ഫൽയതവല്ല ഫൽയുഹ്സിനുൽ വുളൂഅ സുമ്മ യുസല്ലി റകഅതൈൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഒരാൾക്കൊരു ആവശ്യമുണ്ട്, അള്ളാഹുവിലേക്കൊരു ആവശ്യം, അല്ലെങ്കിൽ ആദം സന്തതികളിലേക്ക് മനുഷ്യന്മാരുടെ തമ്മിലുള്ള ഇടപാടിലുള്ള ഒരു ആവശ്യമാണ്. അവൻ എന്ത് ചെയ്യട്ടെ? ഫൽയതവല്ല, വുളൂഅ് ചെയ്യട്ടെ. എങ്ങനെ? ഫൽയുഹ്സിനുൽ വുളൂഅ്, അവൻ നന്നാക്കണം. വുളൂഅ് നന്നാക്ക, പരിപൂർണമായ സുന്നത്തുകളെല്ലാം ചെയ്ത് വളരെ റാഹത്തായൊരു വുളൂഅ് അവനെടുക്കണം. വുളൂഅ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, കാര്യമായിട്ട് തന്നെ ചെയ്യണം. നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ ഞാൻ ഇതിലെ തന്നെ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് വുളൂഇൻ്റെ മഹത്വം. ആ വുളൂഅ് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം, വുളൂഅ് എങ്ങനെ ആക്കണം, പരിപൂർണമായ വുളൂഅ് എങ്ങനെ ആക്കണം. അപ്പോൾ ഫൽയുഹ്സിനുൽ വുളൂഅ് ശരിക്ക് ചെയ്യുക. സുമ്മ യുസല്ലി റകഅതൈൻ, പിന്നെ 2 റകഅത്ത് ഹാജത്ത് നിസ്കാരം അവൻ നിർവഹിക്കട്ടെ. ഹാജത്ത് നിസ്കാരം നിർവഹിക്കട്ടെ. എങ്ങനെയാണ് ഹാജത്ത് നിസ്കാരം? അല്ലാഹു തആലാക്ക് വേണ്ടി 2 റകഅത്ത്, മലയാളത്തിൽ മതി, അല്ലാഹു തആലാക്ക് വേണ്ടി 2 റകഅത്ത് ഹാജത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടി വജ്ജഹത്ത് ഓതുക. ശേഷം ഫാത്തിഹ. ശേഷം അറിയാണെങ്കിൽ ആദ്യത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ 2 റകഅത്ത് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം സുമ്മൽ യുസ്നി അലല്ലാഹ്, അള്ളാഹുവിനെ നല്ല പ്രശംസിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് കൂടുതൽ സ്വലാത്തും ചൊല്ലിയിട്ട് നാം ഒരു ദുആ നടത്തുക. ഏതാണ് ആ ദുആ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്അലുക മുജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വൽഗനീമത മിൻ കുല്ലി ബിർരിൻ വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ ലാ തദഇ ലീ ദംബൻ ഇല്ലാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ ഫറജ്ത വലാ ഹാജതൻ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹാ യാ അർഹമർ റഹീമീൻ. ഈ ദുആ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. പല നിലക്കുള്ള പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. റബ്ബേ, എല്ലാ പ്രയാസവും യാ റബ്ബ് യാ അല്ലാ, യാ റഹ്മാൻ യാ അല്ലാ, റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാ, ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കിത്തരണേ അല്ലാ. ദുന്യവിയും മുഹ്റവിയുമായ എല്ലാ പ്രയാസങ്ങൾക്കും ഞങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ട രൂപത്തിൽ എല്ലാ അമലുകളും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം വിഷമങ്ങളുണ്ടോ നീ ഫതഹ് നൽകണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ദുആഅന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഒരിക്കൽ കൂടി വിശ്വാസി കുടുംബത്തോട് പറയട്ടെ, നിങ്ങളിത് ചെയ്യണം. ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് ഒരുപാട് ഫലങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, സ്വന്തം ചെയ്തും ഒരുപാട് ആഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് റഹ്മാനായ റബ്ബ് നടത്തി തന്നിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായും ഇത് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചതാണ്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഈ ഹാജത്ത് നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിലേക്ക് നാം ദുആ ചെയ്യുക. അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.